സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന് വിഴുങ്ങിയിട്ടുണ്ട് പലതും പലവട്ടം. முதலாளி அந்த உட்காந்துருக்கானே அவன் 1 நம்பர் ஃப்ராடு. அது மட்டும் இல்ல, அவன் ஃபேமஸ் களவாணி பையன். அவன் பேரு தான் அலாட்டு ஆறுமுகம். அப்படியே? ஆமா. அவன் கேட்கிற ஐட்டம் எல்லாம் ஒண்ணும் புரிய மாட்டேங்குதுல. நாம தான் ரொம்ப ஜாக்கிரதையா இருக்கணும். எல்லா கேமரா அவன் பக்கம் திருப்பு. நம்ம ஹோட்டல்ல எதுல கேமரா? நம்ம கண்ணு தான்டா கேமரா. ஓஹோ, எல்லாரும் கண்ணையும் அவன் மேல போக்கஸ் பண்ணுங்கடா. ഒരുപാട് ഫാൻസുകൾ അലൻ ജോസ് പെരേരയ്ക്ക് ഉണ്ട് ഇല്ലേ? അത് എന്തുകൊണ്ടാണ്? പൊട്ടത്തരം കാണാൻ കുറെ എണ്ണം ഉണ്ട്. പൊട്ടത്തരം കാണാൻ കുറെ പേരുണ്ടാവും. പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവര് മന്നിപ്പ് ചെക്കനാണ് അത്. അവൻ എനിക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കല്ലേ ഉണ്ണി തന്നെ. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തേങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങ. ഒരു മന്നിപ്പ് എന്ന് പറഞ്ഞാൽ മന്നിപ്പ് തലക്ക് അസുഖമില്ലാത്ത ചേക്കന. മനസ്സിലായില്ല. തലക്ക് അസുഖമില്ലാത്ത ചേക്കന. അവൻ എന്ത് വേണേലും കാണിച്ചു വിട്ടെ. ലോകം മൊത്തം അറിയാനുള്ളതല്ലേ. വെളിവില്ലെങ്കിലും അവൻ പറയുന്നത് കാര്യമുണ്ട്. പോയ സാധനം തന്നെയാണ്. ഇതൊരു കാര്യമുണ്ട്, ശരിക്കും നടന്ന സംഭവമാണ്. ആറാട്ടന്റെ വീട്ടില് അലൻ ജോസ് വാണോടിച്ചെന്നൊക്കെ പറയാൻ ശരിക്കും നടന്നതാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. ആറാട്ടെണ്ണം പറഞ്ഞതാണ്. അത് വല്ല നാണക്കേടല്ലേ, എന്ത് ശോകാണ്. അയാളെ അങ്ങനെയൊക്കെ ചെയ്യൂ. ഈശ്വരൻ ബ്രഹ്മനും ഇല്ലാത്ത ഭാഷകള്. ആറാട്ടെണ്ണൻ രാവിലെ ഇടുന്ന വീഡിയോസിലൊക്കെ ഭയങ്കര മാന്യനല്ലോ. രാത്രി ആവുമ്പോ അയാള് കാമ ഗന്ധർവനായിട്ട് മാറുന്നതിന്റെ രഹസ്യം ബ്രോക്ക് അറിയോ? അതിപ്പോ വാവ് ദിവസം ആയതുകൊണ്ടായിരിക്കും. അതോ, അത് ഞാൻ പറഞ്ഞത് അത് രാത്രി ലൈവ് വേറൊന്നുമല്ല. ആറാട്ടെണ്ണം കള്ളു കുടിക്കും, പുക അടിക്കും, എല്ലാ പണ്ടാരം ഉണ്ട്. എന്നെ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. എന്റെ മുമ്പിൽ എല്ലാ പണ്ടാരം എല്ലാ പണ്ടാരം ഉണ്ട് കേട്ടോ. ഡാവ് അന്യായ ഫ്രോഡാ, പക്ഷെ പാവണ പുള്ളി. പക്ഷെ രാത്രി ലൈവില് കള്ളം കഞ്ചാവ് അടിക്കും ഡാവ്. അച്ഛ് ഭയങ്കര സീനാണ്. ഭയങ്കര ഫ്രോഡാ. ചങ്കി കുത്തറ വർത്താനം പറയലോ. നാണക്കേടെന്ന് പറഞ്ഞ നാണക്കേടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അലൻ ജോസിനും ഈ ആറാട്ടെണ്ണനും പെൺപിള്ളേരെ കണ്ടാൽ ഭയങ്കര കാമനാണ്, ഒടുക്കത്തെ കാമന. നമ്മളെയാണല്ലോ മച്ചമ്പി. എനിക്ക് തെറ്റിപ്പോയാശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. അവൻ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല സാർ. എനിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. എന്നാ പിന്നെ ഷീറ്റ് എടുത്തിട്ട് വരാം. ആവശ്യം വരുമായിക്കോട്ടെ. ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. ആണോ? തിരക്കഥയൊന്നും അറിയില്ലല്ലോ. ഇന്ന് രാത്രി എന്റെ കൂടെ അല്ലേ, തിരക്കഥ തരാൻ പഠിപ്പിച്ചു തരാം. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. ഒരു കാര്യമുണ്ട്, ഈ അലൻ ജോസിനും ഈ ആറാട്ടെണ്ണനും പെൺപിള്ളേരെ കണ്ടാൽ ഭയങ്കര കാമനാണ്, ഒടുക്കത്തെ കാമന. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കഴിയാ. ആണേ, കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതിനായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ. നമുക്ക് ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ OP വളച്ച തിരിച്ചു വരും. നിന്നോടെ തോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്, മുറുക്കി തുപ്പിയതാരാണ്, മുറുക്കി തുപ്പിയതാരാണ്, മുറുക്കി തുപ്പിയ